ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണ ഇവിടെ തന്നെയാണോ ജനിച്ചേ? എന്തിന് ഇതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, തങ്കത്തിന് സിറ്റിയിൽ ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ? അവിടെ കൃഷ്ണമോളെ പോലെ ഒരു കുട്ടിയുണ്ടോ? വേറെയുണ്ട്. ഇത് 200 ദർഹമാണ്. ദർഹം. ഈ 200 ദർഹം എന്നൊക്കെ പറഞ്ഞ എത്ര വരൂടാ? അത് 200 ദർഹം എന്ന് പറഞ്ഞാലേ ഏകദേശം ഒരു 3200 രൂപ വരും. അല്ലേ സുനന്ദേ? ഭഗവാനെ, 3200 രൂപയുടെ കളിപ്പാട്ടോ? നമുക്കൊക്കെ അങ്ങനെ സ്റ്റാൻഡേർഡിലല്ലേ ജീവിക്കാൻ പറ്റൂ. സുനന്ദയോട് ചോദിച്ചു നോക്ക്. ദുബായിലെ വീട്ടിലെ നമ്മൾ വാങ്ങുന്ന ഓരോ സാധനങ്ങളും ബ്രാൻഡഡ് ആയിരിക്കും. എന്നാലും എന്റെ ഗോപാല, നീ ഒരു ഭയങ്കര സംഭവം തന്നെ. ഗീതേച്ചി, കൃഷ്ണമോളെ വാ. ദുബായ്ക്കാരൊക്കെ വന്നോ? ദാ ഇപ്പൊ വന്നിങ്ങ് കേറുകേ ഉള്ളൂ. ദേ നിൽക്കുന്നു ഗോപാലനും ഭാര്യയും മോളും. ഇതേതായി കുട്ടി? നീ അങ്ങ് മറന്നോ? ഇത് നമ്മുടെ തങ്കയുടെ മോള് കൃഷ്ണ. ഓഹോ, പെൺകുട്ടികൾ പെട്ടെന്ന് വളരുമല്ലേ? എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. മോളുടെ പേരെന്താ? ഭാഗ്യ. ഗോപാലന്റെ ഭാഗ്യം. ദേഹമൊക്കെ നല്ല മിനുമിനാന്നിരിക്കുന്ന കണ്ടോ കൃഷ്ണ? എന്താ കാര്യമെന്നറിയോ? 3-4 നേരം ഈന്തപ്പഴവാ തിന്നുന്നേ. തങ്കത്തിന് സുഖമല്ലേ? ഗോപാലമ്മ, ഞാനേ നിങ്ങളുടെ വണ്ടി ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോ ഇറങ്ങിയതാ. എല്ലാവരെയും ഒന്ന് കാണാനേ. സമയം പോലെ ഗോപാലമാമനും ഭാര്യയും മോളും കൂടി വീട്ടിലേക്ക് വാ. അയ്യോ, അങ്ങനെ പോകാൻ നിന്ന് അതിന് മാത്രമല്ലേ സമയം കിട്ടുള്ളൂ. ഗോപാലന്റെ കയ്യിൽ അതിന് മാത്രം സമയമുണ്ടോ? ഇപ്പൊ വരും ക്ലബ്ബുകാര്, പഞ്ചായത്തുകാര്, ക്ഷേത്ര കമ്മിറ്റിക്കാര്, പിരിവുകാര്. വലിയ പാടാ. പാവം കുട്ടി ക്ഷണിച്ചതല്ലേ, കുറച്ചു കഴിഞ്ഞ് ഒന്ന് അങ്ങോട്ട് പോയേക്കാം. ഞങ്ങൾ വരുമെന്ന് തങ്കത്തിനോടൊന്ന് പറഞ്ഞേക്കാം. എന്നാ ഞാൻ പോട്ടെ. ശരി. മാസല. അതെന്താ? അറബി? ഒടുക്കത്തെ അറബിയാണടി മോളെ. ദുബായിലെ അറബിമാര് പോലും ഇങ്ങനെ അറബി പറയൂല. നീ എന്തിനെങ്ങനെ ചിരിക്കുന്നേ? പിന്നെ എങ്ങനെയാ അമ്മ ചിരിക്കാണ്ടിരിക്ക? അത്രക്കല്ലേ ദുബായ് മൊമെന്റ് പത്രാസ്. മാമ മാത്രല്ല, സുനന്ദേച്ചി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. പാവങ്ങള്, അല്ലാണ്ട് എന്താ പറയാ? അത്ര പാവങ്ങളൊന്നുമല്ല. ഇത്രയും ദിവസം എന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ. എല്ലാവരുടെയും സംസാരവും വേഷവും ഭാവവും ഭാഷയും ഞാൻ എങ്ങനെയാ കുറച്ചു നേരം അവിടെ ചിരിക്കാതെ നിന്നേന്ന് എനിക്ക് അറിയൂ. ഗതികേടുകൊണ്ടല്ലേ മോളെ? അല്ലെങ്കില് ജനിച്ച നാട്ടിലും വീട്ടിലും ഒരാളിങ്ങനെ വേഷം കെട്ടാൻ നിൽക്കുവോ? ശരിയാണമ്മേ. ഇപ്പൊ വേഷം കെട്ടി നടക്കുന്നുണ്ടെങ്കിലും മാമന്റെ സുനന്ദേച്ചിയുടെ ഉള്ളില് തീയായിരിക്കും. ഇപ്പൊ ഒരു വരവ് വന്നില്ലേ, അതിന് വരെ പാവങ്ങള് കടം വാങ്ങിയിട്ടുണ്ടാവും. ഇനി ചെന്നത് വീട്ടണ്ടേ എന്ന ടെൻഷനിലായിരിക്കും രണ്ടുപേരും. ദൈവം ചില ജന്മങ്ങളെയൊക്കെ പടച്ച് താഴേക്ക് വിടും. എന്തിനാ? പരീക്ഷിച്ച് പരീക്ഷിച്ച് ദൈവത്തിനെ കണ്ടു രസിക്കാൻ. അങ്ങനെയുള്ള ജന്മങ്ങളാ നമ്മളും ഗോപാലനും ഒക്കെ. തങ്കയുടെ വീടിന് ഒരു മാറ്റവും ഇല്ല ഗോപാല. അതെങ്ങനെയാ? ആകെ ഒരു പെങ്കൊച്ചാ ഉള്ളത്. അവക്കാണെങ്കിൽ ജോലിയില്ല, കൂലിയില്ല, ഒന്നുമില്ല. തങ്കത്തിനൊരു മകൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയേനെ. നാട്ടില് കുറച്ച് പാവങ്ങളും വേണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നീ ദുബായിൽ നിന്ന് വരുമ്പോ അന്തം വിട്ട് നോക്കി നിൽക്കാൻ ആരാ ഉണ്ടാവുക? ഇതുപോലെ ജോലിയും കൂലിയും ഇല്ലാത്തവരുണ്ടെങ്കിലേ നാട്ടിൽ വരുന്ന ഗൾഫുകാർക്ക് വിലയുണ്ടാവും. വന്നല്ലോ. ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നേ? കേറുക കേറുക. സുഖമല്ലേ തങ്കം? അതെന്തൊരു ചോദ്യവാടാ. തങ്കയ്ക്ക് സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട്? ദുബായ്ക്കാർക്ക് ആരെ കണ്ടാലും സുഖമാണോ സുഖമാണോ എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഇവൻ വലിയ ആളല്ലേ, അറബിയുടെ വലങ്കയ്യ.
എടാ ഗോപാല, നീ കുറച്ച് അറബിയൊക്കെ തങ്കത്തിന് പറഞ്ഞു കൊടുക്ക്. ഇപ്പൊ വേണോ? ഈ കായലിന്റെ നടുക്ക് കിടക്കുന്ന തങ്കത്തിന് ദുബായിയെ കുറിച്ച് എന്തറിയാനാടാ? നീ അങ്ങ് പറഞ്ഞു കൊടുക്ക്. നീയും നിന്റെ അറബിയും കൂടെ പുതിയതായിട്ടെന്തോ തുടങ്ങാൻ പോകുന്നില്ലേ? അത് പിന്നെ എടാ, ഒരു കമ്പനി തുടങ്ങുന്ന കാര്യം നീ പറഞ്ഞില്ലേ? എന്നിട്ട് നീ അതിന്റെ മാനേജരാണെന്നും പറഞ്ഞില്ലേ? ഓ അത് ഒരു പെട്രോളിയം കമ്പനിയാ. അതെ അതെ അതെ, അത് തന്നെ. എന്റെ തങ്കേ, ഈ പെട്രോളിയം കമ്പനി എന്ന് പറഞ്ഞാ എന്താ? വെറുതെ മണ്ണ് കുഴിക്കുക, പെട്രോൾ എടുക്കുക, മണ്ണ് കുഴിക്കുക, പെട്രോൾ എടുക്കുക. ആ കമ്പനി മൊത്തം കൈകാര്യം ചെയ്യാൻ പോകുന്നതേ നമ്മുടെ ഗോപാലനാ. അപ്പൊ ഗോപാല മാമ, ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാലോ? എന്റെ പൊന്നു കൃഷ്ണേ, നീ എന്താ ഈ പറയുന്നേ? ഗോപാലൻ ഇങ്ങനെയുള്ള സ്ഥലത്തുനിന്നൊന്നും ഭക്ഷണം കഴിക്കൂല. പുറത്തു പോകുമ്പോഴൊക്കെ വലിയ വലിയ ഹോട്ടലിൽ നിന്നേ കഴിക്കൂ. ഇവിടെ വരുമ്പോഴെങ്കിലും അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ കോഴിയും താറാവും പോർക്കും ഒക്കെ മേടിച്ചു വെച്ചിരിക്കുക. ചെന്നിട്ട് വേണം ഉണ്ടാക്കാൻ. എന്നാ ചേച്ചി വീട്ടിലേക്ക് പോകൂ, ഞങ്ങൾ വേഗം അങ്ങോട്ട് വരാം. ആ, ഞാൻ അങ്ങോട്ട് പറയാനിരിക്കായിരുന്നു. ആ തങ്കേ, സംസാരിച്ചിരുത്തിയാക്കല്ലേ. ഞങ്ങള് നേരാമണൊന്നും കണ്ടിട്ട് പോലും ഇല്ല. ദേ, പെട്ടെന്ന് തന്നെ അങ്ങ് വന്നേക്കണം. എന്ത് ചെയ്യാനാ തങ്കം? നായി വേഷം കെട്ടിയ കുരക്കണോന്ന് പറയാറില്ലേ? ദുബായിക്കാരന്റെ വേഷം കെട്ടിപ്പോയി. ഇനിയിപ്പോ അത് പാലിച്ചല്ലേ പറ്റൂ. എന്തായാലും സംഭവം ഗംഭീരായിട്ടുണ്ട്. ഞാൻ പോയി ചായ എടുക്കാം. സുന്ദരിച്ചു വാ. സുനന്ദേച്ചിക്ക് ഈ ഡ്രസ് നന്നായി ചേരുന്നുണ്ട് കേട്ടോ. നീ ഒന്ന് പോയിട് പെണ്ണേ. ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് നിന്ന് ഉരുകുവാ. അതിനിടക്ക് ആ ഗീതേച്ചിട്ട് ഓരോരോ പൊങ്ങച്ചങ്ങളെ ഇട്ടിട്ട് സഹിക്കാൻ പോലും പറ്റിയില്ല. ആഹാ, ഗീതേച്ചി പറയുന്നുണ്ടാ കുഴപ്പം? ദുബായിക്കാരാണെന്ന് പറഞ്ഞോട് കേറി വന്നത് നിങ്ങളല്ലേ? ഇനി അങ്ങനെ തന്നെ നടന്നോ എല്ലാരും? അയ്യോ സുനന്ദേച്ചി, പാല് തീർന്നുപോയി. ഞാനൊരു കവറ് പാല് വാങ്ങിച്ചിട്ട് വരാം. കട്ടൻ ചായ ഇട്ടാലും മതി മോളെ. അയ്യോ, അത് സാരല്ല. ഞാനൊരു ഒറ്റ ഓട്ടത്തിന് പോയിട്ട് വരാം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? നീ പാല് തീർന്നമ്മേ, ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? കൃഷ്ണയെ പറ്റിയാ. കൃഷ്ണ ഏത് ഹോസ്പിറ്റലിലാ പ്രസവിച്ചേ? കൃഷ്ണ ഇവിടെ തന്നെയാണോ ജനിച്ചേ? എന്തിന് ഇതൊക്കെ അറിഞ്ഞിട്ട്? അല്ല, തങ്കത്തിന് സിറ്റിയിൽ ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ? അവിടെ കൃഷ്ണമോളെ പോലെ ഒരു കുട്ടിയുണ്ടോ? ഉണ്ടോ തങ്കേച്ചി?